ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒരു ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചക്ക വെക്കുകയാണ്, ആദ്യമായിട്ട് കിട്ടിയ ചക്കയാണ് കേട്ടോ. അപ്പോൾ ചക്കയൊക്കെ റെഡിയാക്കി ഇപ്പോൾ തീമ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് ചായയും കുടിച്ചു. പിന്നെ പഴം നിറച്ചതും പരിപ്പുവട ഉള്ളിവടയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടി ചായയും കുടിച്ചു കേട്ടോ. പിന്നെ ചക്കയിലൊക്കെ കുറച്ച് തേങ്ങ, വെളുത്തുള്ളി, പിന്നെ കാന്താരി പൊടിച്ചിട്ട് അതിലേക്ക് ഇട്ടു കേട്ടോ. അങ്ങനെ ചക്കയും റെഡിയായി. പിന്നെ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഉഴുന്ന്, കടുക്, പിന്നെ ഉണക്കമുളകും പിന്നെ കറിവേപ്പിലയൊക്കെ ഇട്ടൊന്ന് വറുത്തെടുത്തു. പിന്നെ അടുത്തതൊരു പരീക്ഷണമായിരുന്നു കേട്ടോ, കപ്പ വെച്ചിട്ടുള്ള ഒരു ഷേക്ക്. അങ്ങനെ കുറച്ച് കപ്പയുണ്ടായിരുന്നു, ആ കപ്പയൊക്കെ മുറിച്ച് കഴുകി ഒരു കുക്കറിലിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ കപ്പ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് കുറച്ച് പാലൊഴിച്ച് ഒന്ന് അടിച്ചെടുക്കുക. അതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കുക. പിന്നെ മധുരത്തിന് ആവശ്യമായ മിൽക്ക് മെയ്ഡും പിന്നെ കുറച്ച് പാലും ഒഴിച്ചിട്ട്, പിന്നെ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അതിലേക്ക് ഏലക്കായ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായ വെറൈറ്റി ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കപ്പയുടെ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല, ആ കപ്പലണ്ടിയിലൊക്കെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാനിനി അതിൻ്റെ മുകളിൽ കുറച്ച് ഹോർലിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഷേക്ക് ഉണ്ടാക്കിയില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം. കുട്ടികളൊക്കെ കപ്പയൊന്നും കഴിക്കാത്തവരാണെങ്കിൽ ഇതെന്തായാലും കഴിക്കും കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.